നമസ്കാരം. വെള്ളിയാഴ്ച ഐശ്വര്യത്തിന്റെ ദിവസമായിട്ടാണ് പറയുന്നത്. ശുക്രവാരം എന്നും ഈ ദിവസം പറയപ്പെടുന്നു. ശുക്രൻ പൊതുവെ ഐശ്വര്യത്തിന്റെ ദശയായിട്ടാണ് പറയുന്നത്. ശുക്രൻ ബലവാനായ ജാതകത്തിൽ എല്ലാ ഭാഗ്യവും നൽകുന്ന മാളവിക യോഗം ഉണ്ടാവും. വീട്, വാഹനം, തൊഴിൽ, നല്ല ജീവിത പങ്കാളി തുടങ്ങിയ എല്ലാ ഗുണങ്ങളും കിട്ടും. പക്ഷെ എല്ലാവർക്കും ഈ ഭാഗ്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർ വെള്ളിയാഴ്ച വ്രതം എടുത്ത് ദോഷത്തെ കുറയ്ക്കാവുന്നതാണ്. മഹാലക്ഷ്മിയെയാണ് അന്ന് നമ്മൾ പൂജിക്കേണ്ടത്. വീടും പരിസരവും വൃത്തിയാക്കി കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ ദേവിയുടെ മുമ്പിലായി നെയ്വിളക്ക് കത്തിക്കുക. മധുരവും പഴങ്ങളും സമർപ്പിക്കുന്നത് നല്ലത്. കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി സ്തവം തുടങ്ങിയ ശ്ലോകങ്ങൾ ജപിക്കാവുന്നതാണ്. പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റാത്തവർ ലഘുഭക്ഷണങ്ങൾ കഴിച്ചും നോൺ ഒഴിവാക്കിയും വ്രതം എടുക്കാവുന്നതാണ്. തീർച്ചയായും കഷ്ടപ്പാടുകൾക്ക് പതുക്കെയെങ്കിലും മാറ്റം വരുന്നതാണ്. അന്നത്തെ ദിവസം ജപിക്കാവുന്ന മന്ത്രം: സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവീ കടാക്ഷം എല്ലാവരിലും ഉണ്ടാവട്ടെ.